السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضوان الله أما بعد. ആദരണീയരായ ഉലമാക്കളെ, സഹോദരങ്ങളെ, ഈ മഹത്തായ സെമിനാറിൽ എൻ്റെ വിഷയം നബിദിനാഘോഷം, അത്യാചാരങ്ങളും അതിവാദങ്ങളും. അത്യാചാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്തെല്ലാമാണ് മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങൾ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന മൗലിദ് സദസ്സുകളുടെ ചരിത്രങ്ങൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഏറെക്കുറെ ഇന്നുള്ള ആചാരങ്ങളൊക്കെ തന്നെയാണ് അന്നുമുണ്ടായിരുന്നത് എന്ന്. എന്നിരുന്നാലും വിവാഹവേദികൾ പണ്ടത്തെ പോലെയല്ല ഇന്ന്. മതപഠനം അഭ്യസിക്കുന്നത് പണ്ടത്തെ പോലെയല്ല ഇന്ന്. കാലത്തിന്റെ മാറ്റം, സമൂഹത്തിന്റെ മാറ്റം നമ്മുടെ ആചാരങ്ങളെ സ്വാധീനിക്കുന്നു എന്നത് ഒരു പരമാർത്ഥമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൗലിദാഘോഷത്തിലും പരിഷ്കാരങ്ങൾക്ക് ഈ മൗലിദാഘോഷവും വിധേയമായിട്ടില്ലേ? ഉണ്ടാവാം. പക്ഷേ അത്യാചാരങ്ങളിലേക്കും ദുരാചാരങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കുമൊക്കെ കടന്നു ചെല്ലുമ്പോഴാണ് അതിനെ നാം വിമർശിക്കേണ്ടതും തിരുത്തേണ്ടതും. എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ മാനദണ്ഡം? ഏതൊരു ബൗണ്ടറി ഭേദിച്ച് കടക്കുമ്പോഴാണ് ആചാരങ്ങൾ ദുരാചാരമായി മാറുന്നത്? എപ്പോഴാണ് ആചാരങ്ങൾ അത്യാചാരങ്ങളായി മാറുന്നത്? അത് ഇസ്ലാമിക ശരീഅത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അതിന്റെ ബൗണ്ടറി നമുക്ക് കാണാൻ സാധിക്കും. പ്രാമാണികരായ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്നാണ് നമുക്കതേക്കുറിച്ച് നോക്കാനുള്ളത്. ഞാനിവിടെ ഉദ്ധരിക്കുന്നത് മഹാനായ ഹാഫിദ് ഇബ്നു ഹജറിൽ അസ്ഖലാനി എന്ന് പറയുന്ന ലോകപ്രശസ്ത പണ്ഡിതനെയാണ്. മുസ്ലിം ലോകത്തിന് അദ്ദേഹത്തെ മാറ്റിവെക്കാൻ കഴിയില്ല. ആ അസ്ഖലാനി ഇമാം പറയുകയാണ്, മൗലിദാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആചാരങ്ങൾ, അതിൽ അതിർവരമ്പുകൾ നിശ്ചയിക്കണം, അതിൽ പരിമിതപ്പെടുത്തൽ ആവശ്യമാണ്. എന്തിൽ പരിമിതപ്പെടുത്തണം? അലാമാ യുഫ്ഹിമു ശുക്റലില്ലാഹി തആല മിൻ നഹ്വി മാ തഖദ്ദമ ദിക്റുഹു. അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഒരു അനുഗ്രഹമാണ്, നിഅ്മത്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ്, തങ്ങളുടെ ജനനം എന്ന അനുഗ്രഹം. ആ അനുഗ്രഹത്തിനുള്ള നന്ദി പ്രകടനമാണല്ലോ മൗലിദാഘോഷത്തിന്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത്. ആ മൗലിദാഘോഷത്തിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ അനുഗ്രഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് നന്ദി ചെയ്യലിന്റെ ഭാഗമായുള്ള കുറെ ആചാരങ്ങൾ അതിൽ വരേണ്ടതുണ്ട്. എന്തൊക്കെയാണ് മഹാനായ അസ്ഖലാനി ഇമാം വിശദീകരിക്കുന്നത്? മിനത്തിലാവത്തി, ഒന്ന് പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ആചാരം ഖുർആൻ പാരായണമാണ്. ഖുർആൻ പാരായണം എന്ന് പറയുന്നത് പുണ്യകരമാണ് എന്നതിൽ മുസ്ലിം സമുദായത്തിന് പ്രമാണങ്ങൾ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഖുർആൻ പാരായണം നിർവഹിച്ചുകൊണ്ട് അതിന്റെ സവാബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹദിയ ചെയ്യുക, അല്ലെങ്കിൽ പൂർവികരായ മരണപ്പെട്ടു പോയ മഹാന്മാർക്ക് ഹദിയ ചെയ്യുക, ഇക്കാര്യം സുന്നത്തായ ഒരു കാര്യമാണെന്ന് തുഹ്ഫ അടക്കമുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പാരായണം എല്ലാ മൗലിദുകളുടെയും തുടക്കത്തിലും ഒടുക്കത്തിലും, ഇല്ലെങ്കിൽ സൗകര്യപ്രദമായ സമയത്ത് സൗകര്യപ്രദമായ സൂറത്തുകൾ ഓതിക്കൊണ്ട് നിർവഹിക്കുന്ന ഒരു ആചാരം മൗലിദാഘോഷത്തിന്റെ ഭാഗമാണ്. അത് ഇന്നും നിർവഹിച്ചു വരുന്നു. പുരാതന കാലം മുതലേ തുടങ്ങിയ ഒരു ആചാരവുമാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് മഹാനായ അസ്ഖലാനി ഇമാം പറയുന്നത് വൽ ഇത്ആമി, അന്നദാനമാണ്. ഭക്ഷണം നൽകുക എന്നുള്ളത് മൗലിദാഘോഷത്തിന്റെ ഭാഗമായ ഒരു ആചാരമാണെന്ന് പറയേണ്ടതില്ല. അത് കഴിഞ്ഞ കാലങ്ങളിൽ നേരത്തെ അവതരിപ്പിച്ച അവതരണങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നടന്ന
മൗലിദിന്റെ സദസ്സുകളിലൊക്കെയും അന്നദാനമുണ്ടായിരുന്നു. ആ അന്നദാനം എന്നുള്ളത് ഇതിന്റെ ഭാഗമാണ്. അത് മദ്രസകളിലെ മൗലിദാണെങ്കിലും പള്ളികളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഓഡിറ്റോറിയങ്ങളിലാണെങ്കിലും എവിടെ വെച്ച് നടത്തുന്ന മൗലിദുകളാണെങ്കിലും അതിന്റെ ഭാഗമാണ് ഇത്ആം എന്ന് പറയുന്നത്, ഭക്ഷണം നൽകുക എന്ന് പറയുന്നത്. മഹാനായ അസ്ഖലാനി ഇമാം മൂന്നാമതായി പറയുന്നത് വസ്വദഖത്തി, സ്വദഖ നൽകുക. അത് മൗലിദാഘോഷത്തിന്റെ ഭാഗമാണ്. മൗലിദ് കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് വല്ലതും സ്വദഖയായിട്ട് നൽകുക എന്നത് മൗലിദാഘോഷത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു ആചാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അതിന് മാതൃക കാണിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്ന് മദ്ഹ് പാടിയ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ പുതപ്പ് സമ്മാനമായി നൽകിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഇതിന്റെ മാതൃക തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും ഒരു സ്വദഖ മൗലിദ് ചൊല്ലിയ ആളുകൾക്ക് നൽകുക, അത് മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ്. നാലാമതായി ഇമാം അസ്ഖലാനി തങ്ങൾ പറയുന്നത് ഇൻഷാദു ശൈഇൻ മിനൽ മദാഇഹിൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ ഭാഗമായിട്ട് വല്ലതും ആലപിക്കുക, വല്ലതും പാടുകയോ പറയുകയോ ചെയ്യുക. അതാണ് ഇന്ന് നടക്കുന്ന നബിദിനാഘോഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഇനം തന്നെ. നബിദിനത്തിന്റെ ഒരു പക്ഷേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മദ്രസകളിലുള്ള കുട്ടികൾക്കൊക്കെയും നമ്മുടെ ഉസ്താദുമാര് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ പാടിപ്പറയാനുള്ള ഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നബിദിനാഘോഷത്തിന്റെ ദിവസം വരുമ്പോൾ അന്നേ ദിവസം ആ കുട്ടികൾ അത് പാടിപ്പറഞ്ഞ് ആ ദിവസത്തെ വർണ്ണാഭമാക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇമാം അസ്ഖലാനി തങ്ങൾ കൃത്യമായി പഠിപ്പിച്ച നാലാമത്തെ ആചാരമാണത്. അഞ്ചാമത്തെ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആത്മീയമായ ചിന്തകൾ നൽകുന്ന അൽ മുഹർരിഖത്തു ലിൽ ഖുലൂബി ഇലാ ഫിഇലിൽ ഖൈരി വൽ അമലി ലിൽ ആഖിറ, പരലോക ചിന്ത നൽകുന്ന, പരലോകത്തേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന, അതിലേക്ക് അവരുടെ ഹൃദയത്തെ തിരിച്ചുവിടുന്ന നല്ല കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആത്മീയ പ്രഭാഷണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. ഇമാം അസ്ഖലാനി തങ്ങൾ പറയുകയാണ്, ഇത്തരം 4-5 ചടങ്ങുകൾ മാത്രം മതിയോ നബിദിനാഘോഷത്തിന്റെ പേരിൽ? അത് മതിയായില്ല. കാരണം في هذا اليوم بيوم كان فيه وجود المصطفى صلى الله عليه وسلم أن يتخذ عيدا എന്നാണല്ലോ പ്രാമാണികരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തെ ശരിക്കും ഒരു ആഘോഷമായി കൊണ്ടാടണം എന്ന് വരുമ്പോൾ 4-5 ആഘോഷങ്ങളിൽ ആചാരങ്ങളിൽ തന്നെ പരിമിതപ്പെടുത്തണം എന്നില്ല. അതിനെക്കുറിച്ച് മഹാനായ അസ്ഖലാനി ഇമാം തുടർന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വഅമ്മാ മാ യത്ബഉ ദാലിക മിനസ് സമാഇ വല്ലഹവി വഗൈരി ദാലിക ഫയംബഗി അൻ യുഖാല മാ കാന മിൻ ദാലിക മുബാഹൻ ബിഹൈസു യഖ്തലി السرور بذلك اليوم لا بأس بإلحاقه به. ഈ ആചാരങ്ങൾക്കപ്പുറം നമുക്ക് അനുവദനീയമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ചില കളികളൊക്കെ ഉണ്ടാകാം, ദഫും സ്കൗട്ടും ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള കളികളും അലങ്കാരങ്ങളും എല്ലാം ഈ ആഘോഷത്തിന്റെ ഭാഗമായി നമുക്ക് ചെയ്യേണ്ടി വരും. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഫയംബഗി അൻ യുഖാല മാ കാന മിൻ ദാലിക മുബാഹൻ മിൻ ഹൈസു യഖ്തലി السرور بذلك اليوم. ഈ ദിവസത്തിലെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അതിൽ ഹലാലായ രീതിയിലുള്ള കളികളും അതുപോലെയുള്ള ചടങ്ങുകളുമൊക്കെ ഈ ആഘോഷത്തിന്റെ ഭാഗമായി നമുക്ക് ആഡ് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇമാം അസ്ഖലാനി തങ്ങൾ പറയുകയാണ്, ലാ ബഅസ ബിഇൽഹാഖിഹി ബിഹി. ഈ മൗലിദാഘോഷത്തിനോട് കൂടെ, ഈ ചടങ്ങുകളോട് കൂടെ മുബാഹായിട്ടുള്ള ഇസ്ലാമിക ശരീഅത്ത് അനുവദിച്ചിട്ടുള്ള ചടങ്ങുകളൊക്കെ കൂട്ടി ആഘോഷത്തെ ഒന്നുകൂടെ വർണ്ണശബളമാക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല. ലാ ബഅസ ബിഇൽഹാഖിഹി ബിഹി. ഇതിൽ ഈ അനുവദനീയമായ കാര്യങ്ങളെ ഒന്നുകൂടെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഹിജ്റ 800കളിൽ ജീവിച്ച മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഖാസിം റസ്സാഇ തങ്ങൾ അദ്ദേഹത്തിന്റെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദിൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനവർകൾ വ്യക്തമായി പറയുന്നു, വയംബഗി ലക അൻ തുസയ്യിനൽ ഔലാദ ഫീ ദാലിക്കൽ യൗമ ബിഅഹ്സനി സീനതിഹിം. അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ മക്കളെ, സന്താനങ്ങളെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ അവരെ
വളരെ ഭംഗിയാക്കുക, അത് ഈ ദിവസത്തിന്റെ ഭാഗമായി ചെയ്യേണ്ടതാണ്. അവരുടെ അധ്യാപകർക്ക് സന്തോഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അനുവദിച്ച ഭംഗികളെ കൊണ്ട്, ഭംഗിയുടെ ഭാഗമായിട്ടുള്ള കൊടിതോരണങ്ങളോ അതുപോലെയുള്ള ലൈറ്റുകളോ ഫിറ്റ് ചെയ്തുകൊണ്ട് പാഠശാലകളും പള്ളികളും അതുപോലെയുള്ള കേന്ദ്രങ്ങളൊക്കെ അലങ്കരിക്കണം. അതേപോലെ ഇസ്ലാമിന്റെ ഇസ്സത്തിനെ പ്രകടമാക്കുന്ന ചടങ്ങുകൾ, ഘോഷയാത്ര പോലെയുള്ള ചടങ്ങുകളൊക്കെ ഈ മൗലിദാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് മഹാനവറുകൾ പറയുകയാണ്. നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അന്ന് നല്ല പ്രൗഢിയോടുകൂടി നിൽക്കണം. ഇതൊരു ആഘോഷമാണെന്ന ബോധം അവന് വേണം. ഇത്രയും കാര്യങ്ങളൊക്കെ മഹാനവറുകൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യത്തിന്റെ മറുപടിയെ മഹാനവറുകൾ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി പറയുന്നത് കാണാം, ഈ മൗലിദാഘോഷം എന്ന് പറയുന്നത് അത് മുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ്. അവരുടെ കൊണ്ടാട്ടങ്ങളിൽപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ്. നയനാനന്ദകരമായ ദൃശ്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ദിവസങ്ങളെ ആഘോഷിക്കുക എന്ന് പറയുന്നത്. അതേ രീതിയിൽ തന്നെ അതുപോലത്തെ നല്ല മുന്തിയ വാഹനങ്ങളിൽ കയറിയിട്ടുമൊക്കെ പല രീതിയിൽ സാഹചര്യത്തിനൊത്തുകൊണ്ടുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുന്ന കാര്യം അത് അംറുൻ മുബാഹുൻ ലാ യുൻകറു, അത് അനുവദനീയമായ കാര്യമാണ്. ഒരിക്കലും അതിനെ വിമർശിക്കാൻ പറ്റില്ല, എതിർക്കാൻ പറ്റില്ല എന്ന് മഹാനവറുകൾ പറയുകയും അതോടൊപ്പം തന്നെ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു ചോദ്യത്തെ കണ്ടുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, ഒരു പക്ഷേ ഈ വർണ്ണങ്ങളും ഈ ലൈറ്റുകളും അതൊക്കെ ലൈറ്റിന്റെ മാലകളൊക്കെ കാണുമ്പോൾ അതൊരു പക്ഷേ ദീപാവലിയോടോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷുവിനോടോ മറ്റു അമുസ്ലിം ആചാരങ്ങളോടോ ആഘോഷങ്ങളോടോ തുലനപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ശരിയല്ല. അംറുൻ മുസ്തസ്ഖലുൻ മിൻഹു നുഫൂസു സലീമ വതറുദ്ദുൽ ആറാഉൽ മുസ്തഖീമ. ശരിയായ ചിന്തകൾ, അഭിപ്രായങ്ങൾ അതിനെ തള്ളിക്കളയുന്നതാണ്. ഒരിക്കലും അത് ശരിയല്ല, അത് കഠിനമാണ് എന്ന് മഹാനവറുകൾ എടുത്തു പറയുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നേരത്തെ എണ്ണി അസ്കലാനി ഇമാം പറഞ്ഞ ആ ആചാരങ്ങളും അതിലേക്ക് നമുക്ക് ഏതൊരു കാലത്തും ഏത് നാട്ടിലും ആഡ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അതിർവരമ്പ് മഹാനവറുകൾ നിശ്ചയിച്ചു. അനുവദനീയമായ കാര്യമാണോ? ലാ ബഅസ ബിഇൽഹാഖിഹി ബിഹി, ഇതിനോട് ചേർത്ത് വെക്കുന്നതിൽ കുഴപ്പമില്ല. ദഫാണോ, സ്കൗട്ടാണോ, അലങ്കാരങ്ങളാണോ, കൊടിതോരണങ്ങളാണോ, എന്തെല്ലാമാണ് മീലാദോഘോഷത്തിന്റെ ഭാഗമായി വെക്കുന്നത്, ഇസ്ലാം അനുവദിച്ചതാണോ എങ്കിൽ പറ്റും. ഈ പരിധി വിട്ട് അങ്ങോട്ട് കടന്നാൽ അത് അത്യാചാരങ്ങളായി, ഈ മൗലിദാഘോഷത്തിന്റെ പേരിൽ നടത്തുന്ന അത്യാചാരങ്ങളായി. അതേക്കുറിച്ചും ഇമാം അസ്കലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു വരുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നു, വമാ കാന ഹറാമൻ ഔ മക്റൂഹൻ ഫയുംനഉ. അതേ സമയത്ത് നിങ്ങൾ ഇതിലേക്ക് കൂട്ടുന്നത് ഹറാമായ കാര്യങ്ങളാണെങ്കിൽ, ഇസ്ലാമിക ശരീഅത്ത് വിലക്കിയ കാര്യങ്ങളാണെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് കുറ്റമില്ലെങ്കിലും തെറ്റായിട്ടുള്ള കറാഹത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് മൗലിദാഘോഷത്തിന്റെ ഭാഗമായി നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് വെക്കുന്നതെങ്കിൽ ഫയുംനഉ, അതിനെ ബ്ലോക്ക് ഇടേണ്ടതാണ്, അവിടെ തടഞ്ഞു വെക്കേണ്ടതാണ്. ഒരിക്കലും ഇത് ആചാരങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കുഴക്കാൻ പാടില്ല. അവയെ അത്യാചാരങ്ങളായി വേറിട്ട് നിർത്തുക തന്നെ വേണം. ഇമാം അസ്കലാനി തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിയിൽ ഫതാവയിൽ ഇത് ഉദ്ധരിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. അതേ ഇതിനെ ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി നിലപാടെടുക്കുന്ന ലോകപ്രശസ്ത പണ്ഡിതനാണ് ഷാഫിഈ മദ്ഹബിലെ അഗ്രഗണ്യനായ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഇത്മാമുൻ നിഅമത്തുൽ കുബ്ര അലൽ ആലം എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഒന്നുകൂടെ വ്യക്തമായി ഒരു അധ്യായം തന്നെ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട അത്യാചാരങ്ങളെ പരാമർശിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ നിന്ന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വായിക്കാം.
അന്ന അക്സറൻ നാസി ഫീ അമലിഹിൽ മൗലിദ ലാ യംനഊന النساء من إشرافهن على الرجال ونظرهن إليهم وذلك قبيح لأنه إما محرم على المعتمد من مذهبنا. മൗലിദാഘോഷത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു കൂത്താട്ടമാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ മൗലിദാഘോഷങ്ങളൊക്കെ കുറെ അനാചാരങ്ങളിൽ നിന്ന്, കുറെ അത്യാചാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് പണ്ഡിതന്മാരുടെ നിതാന്ത ജാഗ്രത കൊണ്ടാണ്. പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ ഇത്തരം ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടായിരിക്കും. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇബ്നു ഹജർ തങ്ങളുടെ ഇബാറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അന്ന അക്സറൻ നാസി, പല ആളുകളും ഫീ അമലിഹിമുൽ മൗലിദ് ലാ യംനഊന النساء من إشرافهن على الرجال, സ്ത്രീ പുരുഷ സങ്കലനങ്ങൾ മൗലിദാഘോഷത്തിന്റെ പേരിൽ അരങ്ങേറുന്നു. അതിനെ നിർബന്ധമായും തടയേണ്ടതാണ്. പണ്ഡിതന്മാർ അവിടെ ധീര നിലപാടെടുക്കണമെന്നും അത്തരം മജ്ലിസുകളെ ബഹിഷ്കരിക്കണമെന്നൊക്കെ ഇബ്നു ഹജർ തങ്ങൾ തുടർന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്, വമിൻഹ, ഇത്തരം അത്യാചാരങ്ങളിൽ പെട്ടതാണ് അന്നഹും ഫീ തിൽക്കൽ മവാലിദി യഅ്തൂന ബിമൻ യഖറഉ ലഹുമുൽ മൗലിദ الشريف على الكيفية التي ألفها الوعاظ في هذه الأزمنة وذلك منكر أي منكر لأن أكثره كذب وبهتان. ഈ മൗലിദാഘോഷത്തിന്റെ പേരിൽ ചില സ്തുതിപാഠകർ അല്ലെങ്കിൽ ചില മദ്ഹ് പാരായണത്തിന്റെ ആളുകൾ അവര് കയറി വന്നുകൊണ്ട് അവർ പറയുന്നത് യാതൊരു ആധികാരികതയുമില്ലാത്ത ഇത്തരം വിഷയങ്ങൾക്കുള്ള ആധികാരികത എന്ന് പറയുന്നത് ഹുക്മുകൾ സ്ഥിരപ്പെടാനുള്ള ആധികാരികത പോലെയല്ല, കുറച്ചുകൂടെ മയപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഉസൂലിന്റെ കിടപ്പുള്ളത്. എന്നിരുന്നാലും തീരെ ആധികാരികമല്ലാത്ത കദിബായ ബുഹ്താനായ കെട്ടുകഥകളായിട്ടുള്ള കുറെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചെലവഴിക്കാൻ മൗലിദിന്റെ വേദികൾ ഉപയോഗപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഒരിക്കലും അക്കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ മദ്രസകളിലെ പരിപാടിയുടെ ഭാഗമായൊക്കെ ആധികാരികത പരിശോധിക്കാതെ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും കേട്ടത് എവിടെയെങ്കിലും കണ്ടത് പ്രചരിപ്പിക്കുന്ന രീതി ഈ ഭാഗത്ത് ഈ മൗലിദാഘോഷത്തിന്റെ ഭാഗമായി കടന്ന ഒരു അത്യാചാരമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ സംഭാഷണങ്ങളുടെ പേരിൽ, അതുപോലെ വാർത്താവായനകളുടെ പേരിൽ നമ്മുടെ മൗലിദാഘോഷ വേദികളിൽ പലപ്പോഴും കളവുകൾ പറഞ്ഞ് പരിശീലിപ്പിക്കലായി മാറുന്നത് അതും തിരുത്തപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ നിഷിദ്ധമായ കലാരൂപങ്ങൾ നമ്മുടെ ഘോഷയാത്രയിലേക്കോ നമ്മുടെ മൗലിദാഘോഷപരമായ സ്റ്റേജ് പ്രോഗ്രാമുകളിലേക്കോ നിഷിദ്ധമായ കലാരൂപങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യം നിലവിൽ നമ്മുടെ കേരളത്തിൽ കാണുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ അങ്ങനത്തെ കാലഘട്ടങ്ങൾ വരുമ്പോഴേക്ക് അതിനെ തിരുത്തേണ്ടത് പണ്ഡിതന്മാരാണ്. അത്തരം നിഷിദ്ധമായ കലാരൂപങ്ങൾ കയറിക്കൂടാൻ പാടില്ല. അതേപോലെ തന്നെ നിഷിദ്ധമായ സംഗീതോപകരണങ്ങൾ, ആ സംഗീതോപകരണങ്ങളുടെ ഉപയോഗം മെല്ലെ മെല്ലെ പമ്മി നമ്മുടെ ആഘോഷങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും കടന്നു വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം കാര്യങ്ങളും ഈ മൗലിദാഘോഷത്തിന്റെ ഭാഗമായുള്ള അത്യാചാരങ്ങളായി കാണുകയും അതിനെ മാറ്റി നിർത്തി ആചാരങ്ങളെ ആചാരങ്ങളായി സദാചാരങ്ങളായി നിലനിർത്താനും നാം തയ്യാറാവേണ്ടതുണ്ട്. ഇതുപോലെ കറാഹത്തായ കാര്യങ്ങൾ, കൈകൊട്ടിപ്പാട്ടടക്കമുള്ള കാര്യങ്ങൾ, അതെല്ലാം ഈ ആഘോഷത്തിന്റെ ഭാഗമായ ആചാരങ്ങളിലേക്ക് കയറിക്കൂടാതെ മാറ്റി നിർത്തണം. അതേപോലെ തന്നെ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട ചില അതിവാദങ്ങൾ പലരിൽ നിന്നും കാണാറുണ്ട്. അത് സൂഫി സംഗീതങ്ങളെ പോലെ തന്നെ എന്നല്ല, സൂഫിസത്തെക്കുറിച്ച് മൊത്തത്തിൽ ചില ആളുകൾക്കിടയിൽ കേരളത്തിൽ അത് വ്യാപകമാണ് എന്ന് തന്നെ പറയാം. സൂഫിസത്തിന്റെ പേരിലായാൽ അല്ലെങ്കിൽ സൂഫി സംഗീതങ്ങളുടെ പേരിലായാൽ ഹലാൽ ഹറാമിന്റെ അതിർവരമ്പുകൾക്കൊന്നും പ്രസക്തിയില്ല. അവർ മറ്റൊരു ലോകത്താണെന്നും പറഞ്ഞുകൊണ്ട് ഫുഖഹാഇന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളെ അവഗണിച്ചു മാറ്റുന്ന രീതി, ആ അത്തരത്തിലുള്ള മൗലിദാഘോഷത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇഷ്കിന്റെ മറവിൽ ആവാം എന്ന് തുടങ്ങിയ അതിവാദങ്ങളും വളർന്നു വരുന്നതിനെ നാം ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. അതേപോലെ തന്നെ മൗലിദിന്റെ രാവിനും മൗലിദിന്റെ പകലിനും മഹത്വമുണ്ട്. അതിൽ ഇമാമുകൾക്ക് തർക്കമില്ല. മഹാന്മാരായ അയിമ്മത്തുകൾ അതേക്കുറിച്ച് വിശാലമായി പേജുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലാണ് മൗലിദിന്റെ രാവിന്റെ മഹത്വം, ഏത് രീതിയിലാണ് മൗലിദിന്റെ ആ ദിവസത്തിന്റെ മഹത്വമുള്ളത് എന്നൊക്കെ പ്രാമാണികരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഇബാദത്തുകൾക്ക് ഇരട്ടിയാകുന്ന
പ്രതിഫലം മുളാഅഫത്തിന്റെ പവർ ഉണ്ടോ ഇല്ലേ എന്ന രീതിയിലൊക്കെ പ്രാമാണികരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഇമാമുകൾക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങളും ഉണ്ടാകും. അത്തരം പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ആ അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് ആചാരങ്ങളായി കണ്ടുകൊണ്ട് മൗലിദാഘോഷത്തെ എന്നെന്നും പുഷ്കലമായി നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വാക്കുകൾക്ക് പരിസമാപ്തി. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.